ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി കോമ്പിനേഷനിലുള്ള ഉച്ചയൂണിൻ്റെതാണ്. നല്ല കുറുകിയ കറിയോട് കൂടിയ നല്ലൊരു അടിപൊളി മീൻ കറിയും പിന്നെ ആലു 65ഉം ഒരു മെഴുക്കുപുരട്ടിയാണ് ഉൾപ്പെടുത്തിയത്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഗ്രൂപ്പ്സിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല കുറുകിയ കറിയോട് കൂടിയ സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ കറിയാണ് കേട്ടോ. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുക്കണം. കറി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മസാലക്കൂട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചെറുതായി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയൊക്കെ ചേർത്ത് മസാലയുടെ പച്ചമണം പോകുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ മീൻ കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കുറുകിയ രീതിയിൽ നല്ലൊരു അടിപൊളി കറിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഈ മസാലയിൽ നിന്ന് പകുതി എടുത്ത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തു. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് മസാലകളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ആദ്യം ചേർക്കാതിരുന്നത് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി കറി തിളച്ചു വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയ മീൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുമ്പോഴേക്ക് മീനൊക്കെ വെന്ത് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻകറി ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി വറവിടുന്നില്ല, അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നിയിട്ടുണ്ട്. കുറുകിയ കറിയോട് കൂടിയ നല്ല അടിപൊളി മീൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് നീങ്ങാം. ഇനി ക്യാരറ്റും ബീൻസും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയെടുത്ത് മുറിച്ചെടുക്കണം. ഈ ഒരു ഉപ്പേരി ഓറഞ്ചും ഗ്രീനും കൂടെ ചേർന്ന കളറായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കളർഫുൾ ആവുമ്പോഴേ ഇവിടെ മോക്കും നല്ല ഇഷ്ടമാണ്. ചിലരിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. കളർ ഇനി മാറണ്ടെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെന്നാണ് കരുതുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 നുള്ള് വലിയ ജീരകവും 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും ചേർക്കാം. ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ 3-4 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി റെഡിയാക്കുന്നത് ആലു 65 ആണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. 2 പൊട്ടറ്റോ സ്കിൻ കളഞ്ഞ് ക്യൂബ്സാക്കി മുറിച്ചെടുത്ത് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളവും സോൾട്ടും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് വേവിച്ചെടുത്ത ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായൊന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പൊട്ടറ്റോ വെറ്റായിരിക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ പൊട്ടറ്റോ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓയിൽ ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ, ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. രണ്ട് വശവും ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1-2 വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ നന്നാവും. ഞാനിപ്പോൾ ചോറിലേക്ക് ആയതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആയാലും കുഴപ്പമില്ലല്ലോ, കറിയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചേർക്കുന്നില്ല. ചപ്പാത്തിക്കാണെങ്കിൽ ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ നന്നാവും. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് പച്ചമണമൊക്കെ മാറിയ ശേഷം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് 1/2 കപ്പ് അളവിൽ തൈരോ മോരോ ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരോ മോരോ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോ കൂടെ ചേർത്ത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ പൊട്ടറ്റോ മസാലയിൽ നന്നായിട്ട് കോട്ടായി കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നന്നാവും. ഇപ്പോൾ നമ്മുടെ ഈ ആലു 65ൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ. ഇപ്പോൾ ലഞ്ചിലേക്കുള്ള വിഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ അധിക ദിവസങ്ങളിലും കരുതാറ്. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഫർസൂസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.